നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂതത്താൻകെട്ട് ഡാം റിസർവോയറിൽ കാട്ടാനയുടെ അഴുകിയ ജഡം അടിഞ്ഞു. 10 ദിവസം പഴക്കമുള്ള ജഡം ഒഴുകിയെത്തിയത് കഴിഞ്ഞ രാത്രി. പൂയംകുട്ടി വനത്തിലെ പിടിയാന പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ചെരിഞ്ഞതെന്ന് നിഗമനം. കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി നിറവിൽ. ആഘോഷം വെള്ളിയാഴ്ച ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ജൂബിലി ആഘോഷം നാടിന്റെ ഉത്സവമാകുമെന്ന് സംഘാടകർ. കോതമംഗലം വനംവകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ഓഫീസിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം സ്വദേശി കൃഷ്ണൻ പോറ്റിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പൂതത്താൻകെട്ട് ഡാം റിസർവോയറിൽ കാട്ടാനയുടെ അഴുകിയ ജഡം അടിഞ്ഞു. ഒഴുകിയെത്തിയ ജഡം ഡാമിന്റെ ഷട്ടറിൽ തങ്ങി നിൽക്കുകയായിരുന്നു. 4 വയസ്സ് പ്രായമുള്ള പിടിയാനയുടേതായിരുന്നു ജഡം. രാത്രിയിൽ ഒഴുകിയെത്തിയ ജഡം ഭാഗികമായി തുറന്ന 13ാമത്തെ ഷട്ടറിൽ തങ്ങി നിൽക്കുന്ന നിലയിലാണ് നാട്ടുകാർ കണ്ടത്. പൂയംകുട്ടി വനത്തിൽ നിന്നും പുഴയിൽ വീണതാകാം ആന എന്ന് കരുതുന്നു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ആനയുടെ ജഡം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചു. വള്ളത്തിൽ കയർ കെട്ടി വലിച്ചാണ് ജഡം കരയ്ക്കടുപ്പിച്ചത്. കരയ്ക്കടുപ്പിച്ച ജഡം വെറ്ററിനറി സർജൻ ഡോക്ടർ ജെസി കെ ജോർജ് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കുഴിച്ചു മൂടി. ശ്വാസം മുട്ടിയാണ് പിടിയാന ചെരിഞ്ഞത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശ്വാസകോശത്തിൽ വെള്ളം കയറിയിരുന്നു. 10 ദിവസമെങ്കിലും പഴക്കമുള്ളതായിരുന്നു ജഡമെന്നും ഡോക്ടർ ജെസി കെ ജോർജ് പറഞ്ഞു. പുഴയിൽ വെള്ളം കുടിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടതാകാമെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ നിഗമനം. പുഴയിൽ ശക്തമായി ഒഴുക്കുണ്ടായിരുന്നതും ആനയ്ക്ക് പ്രതികൂല സാഹചര്യമൊരുക്കി. പൂയംകുട്ടി ഇടമലയാർ വനങ്ങളിലെ ആനകൾ ഒഴുക്കിൽപ്പെട്ട് ചെരിഞ്ഞ സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ MTech പരീക്ഷയിൽ കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിന് 8 റാങ്കുകൾ ലഭിച്ചു. അൻസു ജോൺ, ബോബി ജേക്കബ്, M കിരൺ, PS വൈശാഖ്, പ്രസി വർഗീസ്, ദേവിശ്രീ ശശി, ഗീതു ജെയിംസ്, PV അനുരൂപ് എന്നിവരാണ് റാങ്ക് ജേതാക്കൾ. ഇവർ വിവിധ ട്രേഡുകളിൽ 1, 2, 3 റാങ്കുകൾ നേടി. കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ വെള്ളിയാഴ്ച ഗവർണർ ഷീല ദീക്ഷിത് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 11-ന് കേരള ഗവർണർ ഷീല ദീക്ഷിത് നിർവഹിക്കും. ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ അധ്യക്ഷത വഹിക്കും. പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 75 വർഷം പൂർത്തിയാകുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ മാസം 25-ാം തീയതി 11 മണിക്ക് ആരംഭിക്കുന്നതായ പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഷീല ദീക്ഷിത് അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതും പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അബോൻ മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ തിരുവനന്തപുരം അധ്യക്ഷത വഹിക്കുന്നതുമാണ്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂളിലെ നിർധനയായ ഒരു വിദ്യാർത്ഥിക്ക് സഹപാഠികൾ ചേർന്ന് വീട് നിർമ്മിച്ചു നൽകുന്നതും ജൂബിലി ആഘോഷത്തെ വ്യത്യസ്തമാക്കും. വിവിധ മത്സരങ്ങൾ, ശാസ്ത്രോത്സവം, സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും. സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നാടിന്റെ ഉത്സവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ആഘോഷ കമ്മിറ്റി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തോടൊപ്പം വിവിധ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾക്കുള്ള അവാർഡ് ദാനം, അതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികളോടുകൂടിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ പള്ളിയുടെ കീഴിലുള്ളതാണ് മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 1940-ലാണ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. പടിപടിയായി വളർന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായി ഇപ്പോൾ മാറി. 2500-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. മലയാളം മീഡിയത്തിനോടൊപ്പം ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട്.
അധ്യാപകരും അനധ്യാപകരുമായി 100ഓളം പേർ ജോലി ചെയ്യുന്നു. ആ ഭാഗത്തുള്ള കുറച്ച് വീടുകളും ആ ഉള്ള ആളുകൾക്ക് പോലും വിദ്യാഭ്യാസ സൗകര്യത്തിന് കുറുപ്പമ്പടി, കോതമംഗലം മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ 8-10 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളുകളിൽ പോയി പഠിക്കുന്നതിന് അന്ന് വേണ്ടത്ര വാഹന സൗകര്യമില്ല, വഴിയില്ല. കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള പ്രദേശത്തുകൂടി വേണം ഈ കോതമംഗലം കുറുപ്പമ്പടി ഭാഗത്തേക്ക് എത്തിച്ചേരാൻ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളുള്ള ലാബുകളും ലൈബ്രറിയും ഓഡിറ്റോറിയവും ജിംനേഷ്യവും കളിസ്ഥലവും ഈ സ്കൂളിലുണ്ട്. പാഠ്യവിഷയങ്ങൾക്കൊപ്പം കലാ, സാഹിത്യ, IT വിഷയങ്ങളിലെ ഉപജില്ല മുതൽ സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് മാർ ഏലിയാസ് സ്കൂൾ വർഷങ്ങളായി നടത്തിവരുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത്, മാനേജർ CP എൽദോ, പ്രിൻസിപ്പൽ KM ജോൺസൺ, ഹെഡ് മിസ്ട്രസ് ലിസി K മാത്യു, CK ജോസഫ്, അനിൽ ഔസേബ്, ബെന്നി പോൾ എന്നിവർ പങ്കെടുത്തു. കോതമംഗലം വനം വകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ S കൃഷ്ണൻ പോറ്റിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന കൃഷ്ണൻ പോറ്റി കുഴഞ്ഞു വീഴുകയായിരുന്നു. സഹപ്രവർത്തകർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൃഷ്ണൻ പോറ്റിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. വടക്കുഭാഗത്തെ പാറമടയ്ക്കെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രക്ഷോഭം. പാറമടയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥയും ഉണ്ടായി. പാറമടയുടെ പ്രവർത്തനം നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമമുണ്ടായത്. പാറമടയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് നേരത്തെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. പാറമട അടച്ചുപൂട്ടുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. പാറമടയ്ക്ക് ലൈസൻസ് നൽകിയ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെയും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ കുറുപ്പമ്പടി മദ്യശാലയ്ക്ക് മുൻപിൽ ഏകദിന നിരാഹാര സമരം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ മാത്യൂസ് കണ്ടോന്ത്രക്കൽ ആണ് നിരാഹാരമിരുന്നത്. മദ്യശാല മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായി നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായാണ് നിരാഹാരം സംഘടിപ്പിച്ചത്. ഞങ്ങൾ പല പ്രാവശ്യം സമര മുറയുമായി മുമ്പോട്ട് പോയി. എന്നാൽ ഇത്തരത്തിലുള്ളതായ ഒരു സമര മുറയ്ക്ക് കാരണമായി തീർന്നത് പലപ്പോഴും ഞങ്ങളെടുത്തതായ സമരമുറയ്ക്ക് പൂർണ്ണമായ ഒരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനൊരു നിരാഹാര സമരത്തിനായി ഞങ്ങൾ മുതിരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട വഴിയോരത്തു നിന്ന് ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് മാറ്റണം എന്ന് ഞങ്ങൾ ശക്തിയായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതിനോടൊപ്പം സ്വൈരമായി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും സ്വസ്ഥമായി സഞ്ചരിക്കുവാനുള്ളതായ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകണം. മദ്യവിപത്തിനും അശുദ്ധിക്കുമെതിരെ ശുദ്ധികർമ്മം ചെയ്യുന്നതിന്റെ പ്രതീകമായി കുപ്പിവെള്ളം റോഡിലൊഴുക്കി. സമദ് നെടുമ്പാശ്ശേരി, തോമസ് K ജോർജ്, TM മുഹമ്മദ് കുഞ്ഞ്, ബേസിൽ പോൾ, മാത്യൂസ് നിരവത്ത്, മധു ചെറുകരക്കുടി, ലീല ഫിലിപ്പ്, സാബു കുരിശിങ്കൽ, ഏലിയാസ് ഉറുമത്ത്, PC എൽദോസ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുൻപ് പ്രകടനവും ഉണ്ടായിരുന്നു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ അധ്യാപകർക്കായി സംസ്ഥാന തലത്തിൽ കലാസാഹിത്യ മത്സരം നടത്തുന്നു. കഥ, കവിത, നാടകരചന, ചിത്രരചന എന്നിവയിലാണ് മത്സരങ്ങൾ. രചനകൾ ഈ മാസം 31-നകം വിദ്യാരംഗം മാസിക എഡിറ്ററുടെ മേൽവിലാസത്തിൽ ലഭിക്കണം. കോതമംഗലം അങ്ങാടിയിലെ 2 വാർഡുകളിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. വാട്ടർ സപ്ലൈ MA കോളേജ് റോഡിൽ KSEBയുടെ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതാണ് നാട്ടുകാർക്ക് രക്ഷയായത്. ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു നിർവഹിച്ചു. വാർഡ് കൌൺസിലർ NC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഷൈബി പൌലോസ്, വർഗീസ് കൊല്ലേലിയിൽ, എബിൻ പള്ളിപ്പറമ്പിൽ, അഗസ്റ്റിൻ കൊച്ചുവീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് കേരള കർഷക തൊഴിലാളി കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. കാറ്റിലും മഴയിലും ഒട്ടേറെ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ നശിച്ചവരുമുണ്ട്. ഇവ മൂലം വൻ നാശനഷ്ടം നേരിട്ടതിനൊപ്പം വിലക്കയറ്റത്താലുള്ള ദുരിതവും കർഷകരുടെ നട്ടെല്ലൊടിക്കുകയാണ്. റബ്ബർ വില തകർച്ച മൂലം ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ
റബ്ബർ സംഭരണം പുനരാരംഭിക്കണമെന്നും പ്രസിഡന്റ് PV അവറാച്ചിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ജോർജ് കിഴക്കുമശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മാത്യു ജോസഫ്, സജി തെക്കേക്കര, ജോർജ് വെള്ളക്കാക്കുടി, KK ജോണി, PK ഉണ്ണികൃഷ്ണൻ, ജോസ് കവളമാക്കൽ, VS ദിനേശ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം ബ്ലോക്ക് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെ വീടുകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ചിട്ടുള്ളതാണ് ബ്ലോക്ക് നഗർ റെസിഡൻസ് അസോസിയേഷൻ. അസോസിയേഷന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു നിർവഹിച്ചു. അതിന്റെ ആരംഭം കുറിക്കും. അത് വലിയ സുഹൃത്താണ്. ആശയങ്ങൾ ഞാൻ സ്വാഗത പ്രസംഗം പറയുന്നത് ഈ സമയം ഉപയോഗിക്കാൻ നമ്മൾ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന് എനിക്ക് അവസാനിപ്പിക്കണം, സ്ത്രീകളാണ് വീട്ടിലേക്ക് പോകണം. അതിനുള്ള തലങ്ങളുടെ സംസാരം ജോർജന്റെ സ്ത്രീകൾക്ക് പ്രതിനിധിക്കും അതിലേക്ക് വേണ്ട ക്ലാസ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ള സമയം കുറവാണ്. പയസ് പീറ്ററിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ GD വിജയകുമാർ, OP പോൾ, ഫാദർ ജോർജ് പട്ലാറ്റ്, ജേക്കബ് ഇട്ടുക്, ഉഷ ഡാവു, PR ഗംഗാധരൻ, പൗലോസ് തോമസ്, ഷേർലി ജേക്കബ്, ദീപക് ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലോഗോ പ്രകാശനം ചെയ്യുകയും മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാതല വിദ്യാരംഗം കലാസാഹിത്യവേദി രൂപീകരിച്ചു. ഭാരവാഹികളായി DEO NS ശ്രീലത ചെയർപേഴ്സൺ, RV രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ, SM അലിയാർ കൺവീനർ, VP ബേബി ജോയിന്റ് കൺവീനർ, AV ബാലൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. BMSന്റെ സ്ഥാപക ദിനമായ ബുധനാഴ്ച കോതമംഗലം മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് തലങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രകടനം, സമ്മേളനം, കുടുംബസംഗമം, സൗഹൃദ സദസ്സ് തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. പെരുമണ്ണൂർ കോണിപ്പടി വിശുദ്ധ അൽഫോൺസ കപ്പേളയിൽ തിരുനാളാഘോഷത്തിന് മുന്നോടിയായുള്ള നൊവേന ആരംഭിച്ചു. വൈകുന്നേരം 5:30-നാണ് നൊവേന. ഈ മാസം 27-നാണ് തിരുനാളാഘോഷം. രാവിലെ 10:45-നാണ് തിരുനാൾ കുർബാന. പ്രസംഗവും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ചരമറിയിപ്പ്. കീരമ്പാറ കൂമുള്ളും കുന്നേൽ പരേതനായ ജോസഫ് G ചേലാടിന്റെ ഭാര്യ തങ്കമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരത്താൻകെട്ട് ഡാം റിസർവോയറിൽ കാട്ടാനയുടെ അഴുകിയ ജഡം അടിഞ്ഞു. 10 ദിവസം പഴക്കമുള്ള ജഡം ഒഴുകിയെത്തിയത് കഴിഞ്ഞ രാത്രി. പൂയംകുട്ടി വനത്തിലെ പിടിയാന പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ചെരിഞ്ഞതെന്ന് നിഗമനം. കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി നിറവിൽ. ആഘോഷം വെള്ളിയാഴ്ച ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ജൂബിലി ആഘോഷം നാടിന്റെ ഉത്സവമാകുമെന്ന് സംഘാടകർ. കോതമംഗലം വനംവകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ഓഫീസിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം സ്വദേശി കൃഷ്ണൻ പോറ്റിയാണ് മരിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.